ശ്രീകുമാറെ, ഒരു 40% വോട്ടെങ്കിലും, അതായത് CPM-ന്റെ 40% വോട്ടെങ്കിലും തനിക്ക് കിട്ടിയില്ലെങ്കിൽ തൻ്റെ ചെവി അരിഞ്ഞു കളയും. ആരുടെ? CPM-ന്റെ. തൻ്റെ ചെവി ഈ ഒരു ചെവി ഞാൻ അരിഞ്ഞു കളയും എന്നാണ് PV അൻവർ പറഞ്ഞത്. CPM-ന്റെ 40% വോട്ട്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? CPM-ന്റെ 40% വോട്ട് PV അൻവറിന് പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ്? കാരണം 2021 തന്നെ ആ ഓളത്തിന് വലിയൊരു ഇടതുപക്ഷ ഓളം ഉണ്ടായ സമയത്ത് 2600 വോട്ടിനാണ് ഇദ്ദേഹം ജയിച്ചത്, പ്രകാശിനോട്. അപ്പോൾ 2016 ആര്യാടൻ ഷൗക്കത്തിനെതിരെയും ആര്യാടൻ മുഹമ്മദിനെതിരെയും ഉള്ള ആ ഒരു ജനരോഷം കത്തി നിൽക്കുമ്പോഴാണ് 10,000 വോട്ടിന് PV അൻവർ ജയിച്ചത്. 2021 എത്തിയപ്പോൾ 2700 വോട്ടായ ഭൂരിപക്ഷം ചുരുങ്ങി. അപ്പോൾ CPM വോട്ട് അന്ന് ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 10,000 വോട്ടിന് ഭൂരിപക്ഷം അന്ന് ഉണ്ടാവുണ്ടായിരുന്നു ഈ അത്രയ്ക്ക് ഓളത്തിൽ. കാരണം 2016 വലിയൊരു ഓളമായിരുന്നു, അല്ലെങ്കിൽ ഒരു ജനകീയ പിന്തുണയായിരുന്നു ഇടതുപക്ഷത്തിന് 2021 ലഭിച്ചത്. ആ സമയത്ത് പുള്ളിക്ക് ലഭിച്ച അത്രയും 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ CPM-ന്റെ വോട്ട് ഒരിക്കലേ പുള്ളിക്ക് ലഭിച്ചിട്ടുള്ളൂ ഈ അൻവറിന്. അത് 2016 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അത് 40% CPM വോട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അൻവർ ഒരു പക്ഷേ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന സ്വരാജ് 4ാം സ്ഥാനത്ത് പോകേണ്ടി വരും. കാരണം സ്വരാജിന് വോട്ടേ ഉണ്ടാവില്ല അവിടെ. അല്ല, ഞാനിത് പറഞ്ഞോട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിക്കൂടെ? അതായത് അദ്ദേഹം ഇറങ്ങിയത് പിണറായിക്കെതിരെയുള്ള വിരുദ്ധ വികാരം കൊണ്ടാണ്. പിണറായി സർക്കാരിൻ്റെ വിരുദ്ധ വികാരമുണ്ടായി, അതിനെതിരെയാണ് അദ്ദേഹം ഇറങ്ങിയത്. അങ്ങനെ അദ്ദേഹം ഇറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭരണവിരുദ്ധ വികാരത്തിൽ എന്ന് പറയുമ്പോൾ അത് CPM-നകത്ത് തന്നെ എത്രയോ ശതമാനം പേരുടെ വോട്ട് അന്ന് ശ്രീകുമാർ ഒന്ന് ഓർക്കണം. അദ്ദേഹം ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ, മലപ്പുറത്തുള്ള സുഹൃത്തുക്കൾ എനിക്ക് ചില ഗ്രൂപ്പുകളൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പിണറായിക്കെതിരെ എത്ര കണ്ട് ആൾക്കാർ ഈ ഭരണത്തിന് CPM-ലെ ആൾക്കാർ തന്നെ വിമർശിക്കുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾക്കറിയോ, CPM-കാർ തന്നെ ഈ സംഘടന തകർന്നു പോകും എന്ന് കരുതുന്നത് കൊണ്ട് ഇനി ഭരണം വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ വോട്ടുകളിലൊക്കെ എങ്ങനെ PV അൻവറിന് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 40% വോട്ടെങ്കിലും എന്ന് പറയുന്നത് ശ്രീകുമാർ, ഞാൻ ചിന്തിച്ച ഒരു വിദ്യാർത്ഥിയാണ്, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എൻ്റെ ഒരു തോന്നല്, അദ്ദേഹം ഇത് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, CPM എന്ന സ്വേച്ഛാധിപതിയായ നേതാവ്, CPM-ന്റെ ചരിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് പറഞ്ഞു, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, കാലുണ്ട്, ഒരു രൂപമുള്ള പാർട്ടിയാണ് CPM. ഈ രൂപമുള്ള പാർട്ടിയുടെ ഒരു സ്വേച്ഛാധിപതിയായിട്ട് പിണറായി വിജയൻ നിൽക്കുമ്പോൾ CPM എങ്ങനെയാണ് അണികൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുക? അന്ന് ഇദ്ദേഹം ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടിയ ജനപിന്തുണ CPM-കാരാണ് കൂടെ ചെന്നത്. ആ CPM-കാർ ഇദ്ദേഹത്തിന് ഇപ്പൊ കൈ ഒഴിയുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് രണ്ടിലൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ സംസാരിച്ചത്. പിണറായി വിജയൻ അല്ല, PV അൻവർ സംസാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു CPM, താങ്കൾ പറയുന്ന CPM അണികളുടെ പിണറായി വിരോധം അത് അനുകൂലമാകുന്നത് ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും. കാരണം അവിടെ PV അൻവർ ഒരു കാരണവശാലും ജയിക്കില്ല. പിന്നെ സ്വരാജിനെ ജയിക്കണമെന്നല്ല, പക്ഷെ സ്വരാജിനെ ഈ PV അൻവർ പിടിക്കുന്നത് സ്വരാജിന്റെ വോട്ടാണെങ്കിൽ പിന്നെ സ്വരാജ് ജയിക്കുന്ന പ്രശ്നമേ ഇല്ല അവിടെ. അല്ല, PV അൻവറിന്റെ വോട്ടാണ് സ്വരാജ് പിടിക്കുന്നത് എന്ന് മാത്രമല്ല സ്വരാജ് പിടിക്കുന്നത്. ഇത് ഈ പറയുന്ന പാർട്ടി അടിമകളുണ്ട്, അന്തം കമ്മികളുണ്ട്. ഈ അന്തം കമ്മികളെ വോട്ടായിരിക്കും സ്വരാജ്. ഞാൻ പറയട്ടെ, എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ടിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിറക്കിയ എല്ലാം അങ്ങ് മൂടി ജനം മറന്നു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വരാജിന്റെ വോട്ട് PV അൻവർ പിടിച്ചാൽ പിന്നെ സ്വരാജ് ചിത്രത്തിലില്ല. സ്വരാജ് ചിത്രം ഈ PV അൻവർ പറഞ്ഞത് ആകെ 40% വോട്ടെന്നാ പറഞ്ഞത്. CPM-ന് കൃത്യമായി CPM വോട്ട് എത്ര ഉണ്ടാവും? ഒരു 45,000 വോട്ടിക്കോട്ടിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു 50,000 വോട്ടെന്ന് വെച്ചോ പരമാവധി. ഒരു 1.5 ലക്ഷം വോട്ട് പിന്നെ ബാക്കിയുണ്ട്. ഈ 50,000 വോട്ടെന്ന് പറയുമ്പോൾ അതിന്റെ 40% എന്ന് പറയുമ്പോൾ ഒരു 20,000 വോട്ട് താഴെ ഉള്ളൂ. അതെ, 11,000 വോട്ട് കഷ്ടിച്ചുള്ളൂ. ശരി, ഈ 15,000 വോട്ട് അൻവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവറിന്റെ വ്യക്തിപരമായ വോട്ടുകൾ എവിടെ പോകും? അത് പഴയ മുസ്ലിം സംഘടനകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് നിലമ്പൂർ ജനിച്ചു വളർന്ന അൻവറിന് എത്ര വോട്ട് പിടിക്കാൻ കഴിയും? അപ്പൊ ശ്രീകുമാർജി, താങ്കൾ ചിന്തിക്കുന്നത്, അപ്പൊ ഈ 14,000 വോട്ടും പിന്നെ വ്യക്തിബന്ധം കൊണ്ട് 25,000 വോട്ടും അൻവർ പിടിച്ചാൽ ആ പിടിക്കുന്ന ആർക്ക് അനുകൂലമായിട്ട് വരും? CPM വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടം സ്വരാജിന് തന്നെ. പിന്നെ അൻവറിന്റെ 5,000 വോട്ടെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള വോട്ടായിരിക്കാം. അപ്പോൾ കോൺഗ്രസ് വോട്ടിലേക്ക് അൻവറിന് കടന്നു കയറാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വോട്ട് ബേസിലേക്ക് അൻവറിന് കടന്നു കയറാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നത്. എങ്കിൽ മാത്രമേ അയാൾ പരാജയപ്പെടുള്ളൂ, ഈ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുള്ളൂ. ബാക്കി അൻവർ അത്ര വോട്ട് സമാഹരിച്ചാലും അൻവർ കയറി ചെല്ലുന്നത് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ട് ബാങ്കിലേക്കാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ സേഫാണ്.
ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് ജയിക്കാൻ സാധ്യത. അതെ. ഈ പറയുന്ന വരിയിൽ 40% വോട്ടെങ്കിലും തനിക്ക്. കാര്യം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ, അൻവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്ത് തെറ്റ്? കാര്യം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതൊരു സത്യം തന്നെയാണ്. സത്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൂടിയ ജനമെല്ലാം CPM-കാരാണ്. പിണറായിസത്തിനെതിരെ ഒരു പോരാട്ടത്തിനാണ് അൻവർ ഇറങ്ങിയെന്നുള്ള അദ്ദേഹം പറയുന്നത്. അതെ. ആ പിണറായിസത്തിനെതിരെ ഒരു പോരാട്ടത്തിനാകുമ്പോൾ പിന്നെ പിണറായിയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് അൻവർ ആഗ്രഹിക്കില്ലല്ലോ. ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പൊ അത് ആ രീതിയിൽ അൻവർ ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടിന്റെ ആ അടിത്തറയിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിള്ളൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ അത് ആരാണോ പിന്നെ അടുത്ത എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് UDF സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് തന്നെ ഗുണം ചെയ്യുള്ളൂ. അക്കാര്യത്തിൽ സംശയമില്ല. അൻവറിന്റെ ഏത് നടപടിയും പിണറായിസത്തിനെതിരെ CPM-ന്റെ അടിത്തറയിലേക്ക് അൻവർ കടന്നു കയറുന്ന ഓരോ ചുവടും അത് അനുകൂലമാകുന്നത് UDF-ന് തന്നെയാണ്. കാരണം ഒന്നാമത് BJP-ക്ക് അവിടെ ശക്തിയില്ല. BJP അവിടെ പൊളിറ്റിക്കൽ പവർ അല്ല. ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകുന്നത്. ആന്റി ഇൻകംബൻസി എപ്പോഴും പ്രതിപക്ഷത്തിനല്ലേ ഗുണം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വരാജ് അൻവർ പറയുന്ന മുറയ്ക്കാണെങ്കിൽ സ്വരാജ് വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിടേണ്ടി വരും. വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടും. സ്വരാജ് പരാജയപ്പെടാൻ കാരണം അൻവർ ആണെന്നുള്ള വിധിയെഴുത്തും പിന്നീട് വന്നേക്കാം. കാരണം അൻവർ ഇത്രയും വോട്ട് പിടിച്ചു. അല്ലാതെ അൻവർ ഒരിക്കലും കോൺഗ്രസ് വോട്ടുകൾ അൻവറിനെ പിടിക്കാൻ കിട്ടില്ല. അല്ല, അവിടെ ലീഗ് ഇറങ്ങിയിട്ടുണ്ട്. ലീഗ് സതീശനുമായിട്ട് ആശയപരമായിട്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേര് തന്നെ ലീഗ് ആഗ്രഹിച്ചിരുന്ന ജോയിയാണ്. ജോയിയെ നിർത്തണമെന്നായിരുന്നു ന്യൂനപക്ഷത്തിന്റെ ഒരാളെന്ന രീതിയിൽ. അപ്പൊ BD സതീശനുമായി ആശയപരമായിട്ട് പോലും കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യമില്ല. കുഞ്ഞാലിക്കുട്ടി ആകെ ഇതായിട്ടാണ് നിൽക്കുന്നത്. ആ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഒന്ന് ഇതെല്ലാം മറന്നുകൊണ്ട് ഇദ്ദേഹത്തെ ജയിപ്പിക്കുക. കാര്യം ഷൗക്കത്തിന്റെ അച്ഛൻ അത്ര കണ്ട് ലീഗിനെ ചീത്ത വിളിച്ചിട്ടുള്ള ഒരാളാണ്. ഈ കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിയോട് ആലോചിച്ചതിന് ശേഷമാണ് PV അൻവർ ജോയിയുടെ പേരോടെ പറയുന്നത്. അതെ, PV അൻവറുമായി ലീഗിന്റെ പിന്തുണയോട്. കാരണം PV അൻവർ വിചാരിച്ച് കുഞ്ഞാലിക്കുട്ടിയും ലീഗ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ UDF-ൽ ആരും മിണ്ടില്ല എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കക്ഷിയല്ലേ. പക്ഷേ അവിടെ സതീശൻ ചെയ്യുന്നത് ലീഗിനെയും അൻവറിനെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കാരണം അൻവറിനെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പാവഭാരം അല്ലെങ്കിൽ പിന്നെ അൻവറിനെ കൈകാര്യം ചെയ്യേണ്ട കാര്യം ഈ സതീശന്റെ തലയിൽ വരും. തന്റെ ചുമലിൽ അൻവർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അൻവറിനെ ഏത് ജനയെ ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്. അൻവറുമായിട്ട് വ്യക്തിബന്ധമില്ലാത്ത ഏക കോൺഗ്രസ് നേതാവാണ് BD സതീശൻ. ബാക്കി രമേശ് ചെന്നിത്തലയും മുരളീധരനും സുധാകരനും ഒക്കെ വ്യക്തിബന്ധം അൻവറായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അതും കൂടി ഒരു കാരണം. സതീശനായിട്ട് മാത്രം അദ്ദേഹത്തിന് വ്യക്തിബന്ധം ഇല്ലാതെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സതീശൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് അദ്ദേഹത്തെ പിടിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അത് ലീഗിന് വലിയൊരു തിരിച്ചടിയായി. അപ്പൊ ഇനി വരുന്ന UDF-ന്റെ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ UDF-ന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ എത്ര കണ്ട് സതീശനും ലീഗും രണ്ട് വശത്ത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളത് UDF സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ സതീശൻ തന്നെയായിരിക്കും. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സതീശന്റെ വിജയം കൂടിയാണ്. അപ്പോഴും ലീഗിന്റെ നിസ്സഹായാവസ്ഥ കൂടിയാണ് അവിടെ. കാരണം ലീഗിന് താല്പര്യമില്ലാത്ത ഒരാളെ ലീഗിന് വിജയിപ്പിക്കേണ്ടി വന്ന് പണിയെടുത്ത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൂടെ അത് പോവാണ്. ലീഗിന് താല്പര്യമില്ലാത്ത ആളെ ലീഗിന് കഷ്ടപ്പെട്ട് ജയിപ്പിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെയുള്ള പരാജയം അത് സതീശനും അറിയാതെ. അവിടെ പരാജയപ്പെട്ട സതീശിനേക്കാൾ കൂടുതൽ തിരിച്ചടി നേരിടുന്ന ലീഗായിരിക്കും. ലീഗിലെ UDF-ലെ ലീഗിന്റെ അപ്രമാദിത്വം പ്രാധാന്യം അവിടെ ചോദ്യം ചെയ്യപ്പെടും. അതും സതീശന് ഗുണകരമാകുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ലീഗ് വളരെ ആത്മസംയമനം പാലിച്ച് ഈ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലകൊണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ഷൗക്കത്ത് ജയിക്കേണ്ടത് ലീഗിന്റെ ആവശ്യമാണ്. അൻവറിന് കിട്ടേണ്ടത് CPM-ന്റെ വോട്ടാണ്. അൻവറെ ഏറ്റവും കൂടുതൽ എതിർത്തത് പിണറായി സത്തിനെയാണ് എതിർത്തത് എന്ന് പറയുമ്പോൾ അൻവറിന് വേണ്ടത് CPM-ന്റെ വോട്ടും ലീഗിന് വേണ്ടത് ഷൗക്കത്തിന്റെ ജയവുമാണ് എന്നുള്ളതിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ ഷൗക്കത്തിന് തന്നെയാണ് വിജയസാധ്യത എന്ന് തന്നെ നമുക്ക് പറയാതെ പറഞ്ഞു വെക്കേണ്ടി വരും.